നമസ്കാരം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഇൻഡെക്സായ നാസ്ഡാക്ക് 0.43%, S&P 0.10% ഇടിഞ്ഞ് ആണ് ക്ലോസിംഗ് നൽകിയതെങ്കിലും മാർക്കറ്റ് അവറിന് ശേഷം അമേരിക്കൻ ഫ്യൂച്ചറുകൾ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്, പ്രത്യേകിച്ചും നാസ്ഡാക്ക് ഫ്യൂച്ചർ. അമേരിക്കയുടെ ഒരു പ്രമുഖ മെമ്മറി ചിപ്പ് മാനുഫാക്ചററായ മാക്രോൺ ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ട് അമേരിക്കൻ മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. ഈ ക്വാർട്ടർലി റിസൾട്ടിൽ AI ചിപ്പുകളുടെ അൺബിലീവബിൾ ഡിമാൻഡ് മൂലം കമ്പനിയുടെ സെയിൽസ് മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യുകയും മാക്രോണിൻ്റെ ഷെയറുകൾ ആഫ്റ്റർ മാർക്കറ്റ് അവറിന് ശേഷം 15% ഉയരുകയും ചെയ്തു. ഇതിൻ്റെ ഇമ്പാക്റ്റ് നാസ്ഡാക്ക് ഫ്യൂച്ചറിൽ പ്രകടമായിട്ടുണ്ട്. നാസ്ഡാക്ക് ഫ്യൂച്ചർ 1.6% ഉയർന്നു. ഇത് ഏഷ്യൻ മാർക്കറ്റുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും വളരെയധികം വോളറ്റൈലായിട്ടുള്ള സൗത്ത് കൊറിയൻ മാർക്കറ്റിൽ സൗത്ത് കൊറിയൻ ഇൻഡെക്സ് 5% മുകളിൽ ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ജപ്പാൻ്റെ ഇൻഡെക്സിലും ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് പ്രകടമാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രത്യേകിച്ചും IT സെക്ടറിൽ ഇന്ന് ബൈയിങ് മൊമെൻറ്റം വരാനുള്ള സാധ്യത വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ നിഫ്റ്റി ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിങ്ങിൻ്റെ സൂചനകൾ തന്നെയാണ് നൽകുന്നത്. ചൊവ്വാഴ്ചയിലെ വളരെ ശക്തമായ സെല്ലിങ്ങിനെ അതിജീവിച്ച് മാർക്കറ്റ് കഴിഞ്ഞ ദിവസം വീണ്ടും 24,000 എന്ന ലെവൽ റീഗെയിൻ ചെയ്തിട്ടുണ്ട്. 24,000 മുകളിലുള്ള ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് വേണം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കാൻ. അതുപോലെ തന്നെ നമ്മളുടെ മാർക്കറ്റിന് അനുകൂലമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാക്രോ ഫാക്ടർ ക്രൂഡിൻ്റെ വിലയിലുണ്ടായ ക്രാഷാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡിൻ്റെ വില 4% ഇടിഞ്ഞിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡിൻ്റെ വില $72 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് കൂടിയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട എക്കണോമിക് ഡാറ്റ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്ന് പുറത്തു വരും. ഇതും ഏഷ്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു പ്രധാന ഡാറ്റയാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മനസ്സിലാക്കാം. 23,900 മാർക്കറ്റിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുക. അതിനുശേഷം 23,800, 23,750 തുടങ്ങിയ ലെവലുകൾ അടുത്ത സ്ട്രോങ് സപ്പോർട്ട് സോണായി പ്രവർത്തിക്കും. 24,150 മാർക്കറ്റിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. 24,150 എന്ന ലെവലിനെ ഹൈ വോളിയത്തോടു കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 57,500, 58,000 തുടങ്ങിയ ലെവലുകൾക്കടുത്ത് ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ 58,000 ബാങ്ക് നിഫ്റ്റി മറികടക്കാനും 58,500, 58,800 തുടങ്ങിയ ലെവലുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി ഉയരാനും സാധ്യതയുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് സെൽ ആക്ടിവിറ്റി നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസവും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നെറ്റ് ബയർ ആയിരുന്നു. 17 കോടി രൂപയുടെ ബൈയിങ് അവർ നടത്തി. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 680 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയിരിക്കുന്നത്. ഈ ഡേറ്റകളെല്ലാം മാർക്കറ്റിൽ ബയേഴ്സിന് അനുകൂലമായ ഒരു സാഹചര്യം വരുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് ടാറ്റ സ്റ്റീൽ. ടാറ്റ സ്റ്റീലിൻ്റെ സബ്സിഡറി കമ്പനിയായ ടി സ്റ്റീൽ ഹോൾഡിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ടാറ്റ സ്റ്റീൽ 1,625 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ടി സ്റ്റീൽ ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഓഫ് ഷോർ ഡെപ്റ്റ് റീസ്ട്രക്ചർ ചെയ്യുന്നതിനും ഡീകാർബണൈസേഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടിയാണ് ടാറ്റ സ്റ്റീൽ 1,625 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ടി സ്റ്റീൽ ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നടത്തിയിരിക്കുന്നത്. ജുബിലൻറ്റ് ഫാർമ എന്ന കമ്പനിക്ക് ഇൻകം ടാക്സിൽ നിന്നും മികച്ച റിലീഫ് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ജുബിലൻറ്റ് ഫാർമോവ ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. 108 കോടിയിൽ നിന്നും ഇൻകം ടാക്സ് എമൗണ്ട് 42 കോടിയിലേക്ക് കുറച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജുബിലൻറ്റ് ഫാർമോവ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കും. ICICI ബാങ്ക് ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ 2% സ്റ്റേക്ക് അക്വയർ ചെയ്യുന്നതിന് RBIയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചതുകൊണ്ട് ICICI ബാങ്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. LICയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അപ്രതീക്ഷിതമായി റിസൈൻ നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ LICയും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. NLC ഇന്ത്യ എന്ന കമ്പനി ക്ലീൻ എനർജി ട്രാൻസിഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒഡീഷ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസിയുമായി ചേർന്ന് 1000 മെഗാവാട്ട് ശേഷിയുള്ള ഗ്രീൻ എനർജി പ്രോജക്റ്റ് ഒഡീസയിൽ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ NLC ഇന്ത്യ എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ഭാരത് ഫോർജ് എന്ന കമ്പനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് സെക്ടറിലുള്ള ബിസിനസ് എക്സ്പാൻഷൻ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി RS എയറോസ്ട്രക്ചർ എന്ന കമ്പനിയുടെ 90% സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. ഇതുവഴി എയറോസ്ട്രക്ചർ കമ്പോണൻറ്റ് മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഭാരത് ഫോർജ് എന്ന കമ്പനി കടക്കുകയാണ്. അതുകൊണ്ട് ഭാരത് ഫോർജ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം.
മറ്റൊരു സ്റ്റോക്ക് ഡെക്കാൻ ഗോൾഡ് മൈനാണ്. പ്രൈവറ്റ് സെക്ടർ ഗോൾഡ് മൈനിങ് ഇൻ ഇന്ത്യയുടെ ഒരു മൈൽ സ്റ്റോൺ എന്ന നിലയിൽ ഡെക്കാൻ ഗോൾഡ് മൈൻ എന്ന കമ്പനി അതിൻ്റെ ഗോൾഡ് മൈനിങ് പ്രോജക്റ്റ് ഇന്ന് ഒഫീഷ്യലി ഇനാഗുറേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഡെക്കാൻ ഗോൾഡ് മൈൻ എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. മറ്റൊരു സ്റ്റോക്ക് IRFCയുടെ OFS നടന്നുകൊണ്ടിരിക്കുകയാണ്. IRFCയുടെ OFS കഴിഞ്ഞ ദിവസം ഓവർ സബ്സ്ക്രൈബ് ആയതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്രീൻ ഷൂ ഓപ്ഷൻ വഴി ഗവൺമെൻറ് 1% സ്റ്റേക്ക് കൂടി ഓഫ്ലോഡ് ചെയ്തേക്കും. അതുകൊണ്ട് IRFC എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സബ്സിഡറി കമ്പനിയായ ക്ലീൻ ഫിനോ കെം വഴി ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി 50 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫുള്ളി ഓൺഡ് സബ്സിഡറിയിൽ നടത്തിയേക്കും. ഇത് പ്രധാനമായും കെമിക്കൽ കേപ്പബിലിറ്റീസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കും കമ്പനി പ്രയോജനപ്പെടുത്തുക. ഇൻഫോസിസ് എന്ന കമ്പനി സെൻറ്റാര ഹെൽത്ത് കെയർ എന്ന കമ്പനിയുമായി ചേർന്ന് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, പേഷ്യൻ്റ് കെയർ ഡെലിവറി, ഹെൽത്ത് കെയർ ഓപ്പറേഷണൽ ഫ്രെയിംവർക്ക് എന്നിവയ്ക്ക് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവീസ് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പാർട്ട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഫോസിസ് എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ജുബിലൻറ്റ് ഫുഡ് വർക്ക് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ജുബിലൻറ്റ് ഫുഡ് വർക്കിൻ്റെ നെതർലാൻഡ് ബേസ്ഡ് സബ്സിഡറി കമ്പനിയിൽ 116 മില്യൺ യൂറോയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജുബിലൻറ്റ് ഫുഡ് വർക്ക് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിംഗ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിങ്ങിൻ്റെ മിനി ബ്ലാസ്റ്റ് ഫർണസ് മെയിൻ്റനൻസിന് വേണ്ടി അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിങ്ങിൽ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിംഗ് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് ഒബിറോയ് റിയാലിറ്റിയാണ്. ഒബിറോയ് റിയാലിറ്റിയുടെ 14.8 ഏക്കർ ശേഷിയുള്ള ഒരു റെറ അപ്രൂവ്ഡ് പ്രോജക്റ്റ് ഗുഡ്ഗാവിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒബിറോയ് റിയാലിറ്റി എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. സിപ്ല എന്ന കമ്പനി ജൂലൈ 23 ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടും എന്നൊരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് സിപ്ലയെയും ശ്രദ്ധിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്